ഹലോ എവരിവൺ, നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു മാങ്ങാ ചമ്മന്തി പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. പൊതിച്ചോറിൻ്റെ കൂടെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ചമ്മന്തിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പുളിപ്പുള്ള മാങ്ങ നോക്കി സെലക്ട് ചെയ്യുന്നതായിരിക്കും ചമ്മന്തിക്ക് ഏറ്റവും നല്ലത്. 3/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എത്രയാണോ ആവശ്യം അതനുസരിച്ച് വേണം ഇതിനകത്തോട്ട് തേങ്ങ ചേർക്കേണ്ടത്. ഞാനിവിടെ 3 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതേപോലെ 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ചെറിയൊരു പീസ് സവാള ചേർത്ത് കൊടുത്താലും മതിയാകും. പിന്നെ ഞാനിവിടെ ഒരു 7-8 മുളക് മുഴുവനായിട്ട് ഞാനിവിടെ ചൂടുവെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഞാനിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ മുളകിൻ്റെ അകത്തുള്ള അരിയെല്ലാം കളഞ്ഞ ശേഷമാണ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം ഞാനിവിടെ അരച്ചെടുക്കുന്നത് പച്ചമാങ്ങയാണ്. ചിലപ്പോൾ നമ്മൾ തേങ്ങയ്ക്ക് ഇട്ട് പച്ചമാങ്ങ അരയ്ക്കുന്ന സമയത്ത് മാങ്ങ അരയത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ പച്ചമാങ്ങയാണ് ആദ്യം അരച്ചെടുക്കുന്നത്. മാങ്ങ 3/4 ഭാഗവും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിനകത്തോട്ടിട്ടൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻറ്റിനും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഞാൻ ഈ സമയം ചേർക്കുന്നില്ല. ചമ്മന്തി നല്ലതുപോലെ അരഞ്ഞിട്ട് മാത്രം കറിവേപ്പില ചേർത്ത് ഒരു കൂടെ ഒന്ന് അരച്ചെടുക്കും. നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു മാങ്ങാ ചമ്മന്തി ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങ കിട്ടാനും വളരെ ബുദ്ധിമുട്ടൊന്നും കാണില്ല. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു ചമ്മന്തി തയ്യാറാക്കി നോക്കണേ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു ചമ്മന്തി മാത്രം മതിയാകും. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായെന്നും വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.